ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ബാക്കിൽ ബോർഡിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് തിരിച്ചുള്ളൊരു യാത്രയാണ് പ്ലാൻ. അപ്പോൾ ഞാനിവിടുന്ന് ഷൊർണൂർ പോയിട്ടാണ് പോകുന്നത്. ആക്ച്വലി പാലക്കാട് മെമൂന് കയറി വള്ളത്തോളിനഗർ ഇറങ്ങി ബസ്സിന് ഷൊർണൂർ ഇറങ്ങി അങ്ങനെ പോകുന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ തൃശ്ശൂർ എത്തിയപ്പോഴും അറിഞ്ഞത് ഇന്നത്തെ കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് 1 മണിക്കൂറോളം ലേറ്റായിട്ട് ഓടുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടും. അതിപ്പോൾ 4:30 ഇവിടുത്തെ വണ്ടി ഇരിങ്ങാലക്കുട എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ സമയം 4:15 ആവുന്നുണ്ട്. വണ്ടി ഇരിങ്ങാലക്കുട പാസ്സായി, ഇരിങ്ങാലക്കുട എത്തിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് 4:30 4:35 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. അതിനെ കയറി പോകുന്നിരിക്കുകയാണ്. അങ്ങനെ ദൂരെ പ്ലാറ്റ്ഫോം നമ്പർ 4 വൈകുന്നേരം 5:30 പോകേണ്ട ഷൊർണൂർ എക്സ്പ്രസ് കിടക്കുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം തിരക്കുണ്ട്. ജനറലാണ് യാത്ര പിന്നെ 1/2 മണിക്കൂറിന് ദൂരമല്ലേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പോർബന്ദർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്, പക്ഷെ നല്ല തിരക്കുണ്ട്. ഇന്ന് കയറാൻ പറ്റുമെന്നുള്ളതിന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മെമൂന് പോകുന്നതായിരിക്കുക. വാബ് 42203 ഭുസാവലിൻ്റെ ഇതാണ് ട്രെയിന്. വലിയ തിരക്കില്ല, അവിടെ കയറാന്നിരിക്കാം. നല്ല തിരക്കുണ്ട്, വണ്ടി ഫുള്ളാണ്. ഒരുവിധം കയറി ഒരു ഡോർ സ്പേസ് പിടിച്ചങ്ങ് നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടി കുറച്ച് നേരത്തെ വിടുന്നില്ല. എന്താ സംഭവം എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്തും ഹോൺ അടിച്ച് വണ്ടി വിട്ടു. എനിക്ക് സ്ഥിരം പറ്റുന്നതാണ്. ഇവന്മാർ ഓടി വന്ന് കാണാനുള്ള ഉദ്ദേശം തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏത് വണ്ടി വരാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് പാലരുവ അല്ലെങ്കിൽ കേരള എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് അതിനെ കാത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 20909 കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്സിന് നമ്മൾ ഷൊർണൂരിലേക്ക് പോകണം. നമ്മളെ കയറിയത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂർ ടു ഷൊർണൂരാണ് ഈ യാത്ര. ഷൊർണൂരിൽ നിന്ന് പിന്നെ 5:55 പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ്സിന്, അതിൻ്റെ നമ്പർ ഞാൻ എപ്പോഴും മറന്നു. ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ്സിന് കയറിയിട്ട് അങ്ങാടിപ്പുറത്തേക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പണ്ട് ഈ 20909 എന്ന് പറയുന്ന ട്രെയിനിന് പണ്ട് ഞാനൊരു ഷൊർണൂർ കാസർഗോഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ചെക്കൗട്ട് ചെയ്യും. ഒരുപാട് പണ്ടാണ്, എനിക്കതൊരു 1.5 വർഷത്തോളം ആയിട്ടുണ്ടാവും ആ വീഡിയോ ചെയ്തിട്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം ലെങ്ത്തുള്ള റേക്കാണ്. 22 ICF കോച്ച്. എനിക്ക് തോന്നുന്നു 11-12 മറ്റോ സ്ലീപ്പർ കോച്ചും, 6 3 ടയറും, 2 2 AC, 3 ജനറൽ, ഒരു പാൻട്രി, 2 SLR, അങ്ങനെ ഒരു കോമ്പോസിഷനായിരുന്നു അനൗൺസ്മെൻറ്റിലൊക്കെ ഇട്ടത്.
കേരള എക്സ്പ്രസ് ആണത്. കേരളത്തിൻ്റെ സ്വന്തം കേരള എക്സ്പ്രസ്. സിഗ്നൽ പച്ചയായിരുന്നു, പക്ഷെ ഒരു 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അതൊക്കെ പോകുന്നു. ട്രാക്ക് വർക്ക് വല്ലതും ആണോ എന്നറിയില്ല, കാര്യം ഇവിടെ പോയിന്റ്സ്മെൻ നിൽക്കുന്നുണ്ട് കൊടിയുമായിട്ട്. അപ്പം എനിക്കൊന്നും നല്ല ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലെത്തി. ഇനിയും നമുക്കൊരു 20 കിലോമീറ്റർ 23 കിലോമീറ്റർ കൊണ്ട് പോകാൻ. ഏതോ ഒരു വാക്സിൻ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ഇതേതാണോ? ഇതാണ് കേരള എക്സ്പ്രസ്. എത്ര വണ്ടിയാണ് ഇത്? കേരള എക്സ്പ്രസ്. പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ആയിരുന്നു അത്. പാലരുവി എക്സ്പ്രസിൻ്റെ ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെമ്മൂല് വന്നിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നിർത്തിയാണ്. ഇപ്പം മുള്ളൂർക്കര സ്റ്റേഷനാണ്. വള്ളത്തുള്ളവർ ഹോം സിഗ്നലാണ്, ആംബറാണ്.
നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ്. നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന ഈ വണ്ടിക്കായിരുന്നു. ഇവിടെ ഒരു ബല്ലാസ് ക്യാമ്പിംഗ് മിഷൻ കിടക്കുന്നുണ്ട്. കണ്ടതാണ് ഷൊർണൂർ ജംഗ്ഷന്റെ ഔട്ടർ സിഗ്നൽ. അതായത് ഷൊർണൂർ ബി ക്യാബിനാണ് ഈ സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറണം. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ ബി ക്യാബിൻ കടന്ന് നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ ലൈനിലോട്ട് കയറി. പല വർഷം പറഞ്ഞിട്ടാണല്ലോ ഞാൻ ബൈപ്പാസ് ലൈന്, ലിങ്ക് ലൈൻ അഥവാ ബൈപ്പാസ് ലൈന് 1, 2, 3 വീഡിയോസ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷൊർണൂർ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് കയറുക എന്നുള്ളത് കണ്ടറിയണം. സാധാരണഗതിയിൽ 5-ലൊക്കെയാണ് കൊണ്ടുപോകാറ്, 7, 5 അങ്ങനെയാണ് പോവാറ്. നോക്കാം. ഇതാണ് പാലക്കാട് നിന്ന് വരുന്ന ലൈന്. നമ്മൾ ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ 7-ലേക്കാണ് തോന്നുന്നു പോകുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം 7-ലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 7-ലേക്കാണ്. അപ്പോൾ കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. അങ്ങേയറ്റത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ ഒരു WDP 4D ഹോൾഡ് ട്രെയിൻ കിടപ്പുണ്ട്. ഇപ്പുറത്തുനിന്നൊരു G9H വാഗ്നർ 31979 ഇറ്റാർസിയുടെ ഏതോ ഒരു ട്രെയിനായിട്ട് ഇറങ്ങിപ്പോണ്ട്. കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇത് ജബൽപൂർ കോയമ്പത്തൂർ, അതെ ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. നമ്മൾ ഇന്ന് പ്ലാറ്റ്ഫോം നമ്പർ 7-ലേക്കാണ്. ഓഫ് കോഴ്സ് യു ആർ ഓൾവേസ് വെൽക്കം ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 7.
അരക്കോണത്തിന് 22618. ഇവിടെ എപ്പോഴും ഒരു P4 എടുക്കാറുണ്ട്. എനിക്കൊന്ന് സ്പെയർ ലോക്കൗട്ട് വെക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഏതെങ്കിലും ലോക്കോ ഫെയറിനെ റെസ്ക്യൂവിന് വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 അപ്പോൾ അങ്ങനെ ഷൊർണൂർ പ്ലാറ്റ്ഫോം നമ്പർ 7 എത്തി. ഇനി പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ അടുത്ത ട്രെയിൻ പിടിക്കാൻ പോകും. ഇതായിരുന്നു നമ്മുടെ വണ്ടി. 22203 ഭുസാവലായിരുന്നു ലോക്കോ. നമുക്കിനി പ്ലാറ്റ്ഫോം നമ്പർ 3 പോകണം. 3 നമ്മൾ ട്രെയിൻ പുറപ്പെടുക. 3 പോകുന്ന വഴി നോക്കാം. അപ്പോൾ അങ്ങേയറ്റത്ത് നമ്മളെ കൊണ്ടുവന്ന് വിട്ട പോർബന്ദർ കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ നിൽക്കുന്നുണ്ട്. 40199 ആണ് പവർ. പതിനേഴ് മണി 55 മിനിറ്റൊക്കെ പുറപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. WDP 4D 40199 ആണ് ലോക്കോ. ലോക്കോ ജസ്റ്റ് കപ്പിൾ ചെയ്യുന്നുള്ളവർ. നമുക്ക് ബാക്കിൽ പോയി ഒരു സീറ്റ് പിടിക്കാം. അവിടെ ബെവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അത് കപ്പിളിങ് കാണാൻ നിൽക്കുന്നവരാണ്. അങ്ങനെ പോർബന്ദർ എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങി ഈ ട്രെയിൻ കണ്ട് ഒരു ചായയൊക്കെ മേടിച്ച് കോച്ചിലേക്ക് വന്ന് കയറിയപ്പോഴേക്കും ട്രിവാൻഡ്രത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ന് കയറിയായിരുന്നു. ജസ്റ്റ് വന്ദേ ഭാരത് പുറപ്പെടാനുള്ള ഹോൺ അടിച്ചു. അങ്ങനെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 20633 വന്ദേ ഭാരത് എക്സ്പ്രസ് ജസ്റ്റ് പുറപ്പെട്ടു പോയി. ആ മൂളൽ കേൾക്കുന്ന കോച്ചുകളൊക്കെ മോട്ടോർ കോച്ചുകളായിരുന്നു. അതിൻ്റെ ഇടയിൽ മോട്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ആ മൂളൽ സൗണ്ട് കേട്ടത്. ഇതാ ഇപ്പം ഈ പോകുന്നതും മോട്ടോർ കോച്ചാണ്. അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് പോയി. കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാശ് കൊടുക്കുന്ന റെസീറ്റ് മേടിക്കുക, ബാക്കി ഞങ്ങൾ ഉണ്ടാകും.
അങ്ങനെ ചന്ദ്രൻ പുറത്തിറങ്ങി നമ്മൾ വല്ലപ്പുഴ സ്റ്റേഷനോട് എത്തുകയാണ് ഇപ്പോൾ. കുറച്ച് നേരത്തെ വാടാനംകുറിച്ചി സ്റ്റേഷനിൽ നിർത്തുന്നത് കാണിച്ചായിരുന്നു. ഇവിടെ അപ്പോൾ ആക്ച്വലി സ്പീഡ് റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. കാര്യം ഓപ്പോസിറ്റ് ലൈനിൽ ടീ ബോർഡ് കണ്ടായിരുന്നു. ഇവിടെ ട്രാക്ക് കിടക്കുന്നതാണ്, പുതിയ റെയിൽ കിടക്കുന്നതാണ്. മുപ്പത് km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡും കാണാനുണ്ട്. നമ്മൾ അങ്ങാടിപ്പുറം എത്തുമ്പോഴേക്കും എന്തായാലും ഇരുട്ടാവും, ബിക്കോസ് വിൻ്റർ ആയല്ലോ. നമ്മൾ ജസ്റ്റ് വല്ലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്താണ്. അത്യാവശ്യം തിരക്ക് കയറാനുണ്ട് ഇവിടുന്ന്. ഇവിടെയാണ് ഇലക്ട്രിഫിക്കേഷൻ്റെ ഡിപ്പോ. ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. പോളുകളും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നവർ. വണ്ടി ജസ്റ്റ് നിർത്തുന്നു. തിരക്ക് കയറി കഴിഞ്ഞു. നല്ല പെയിൻറ്റ് പണം വരുന്നുണ്ട്, എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. അപ്പം നമ്മളങ്ങനെ വല്ലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് വല്ലപ്പുഴ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ. ഈ ലെവൽ ക്രോസ് ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിലുള്ളതാണത്. ഇത് ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡാണ്. നമുക്ക് വല്ലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങി വേണമെങ്കിൽ ചെർപ്പളശ്ശേരി ഭാഗത്തോട്ട് പോകാൻ പറ്റും. നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്താണ്, കുലുക്കല്ലൂര്. കുലുക്കല്ലൂർ സ്റ്റേഷന് തൊട്ട് മുമ്പായിട്ടും ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. അത് ചെർപ്പളശ്ശേരി കൊപ്പം റോഡാണ്. നമ്മളങ്ങനെ കുലുക്കല്ലൂരെത്തി. അങ്ങനെ നമ്മൾ കുലുക്കല്ലൂർ സ്റ്റേഷനിൽ പുറപ്പെട്ടു. ഇനി അടുത്തത് അങ്ങാടിപ്പുറം, അല്ല ചെറുകര, അതിന് അങ്ങാടിപ്പുറം. അങ്ങനെ ഏറെക്കുറെ പൂർവ്വമായിട്ട് ഇരുട്ടായി.
ചെറുകര സ്റ്റേഷനിലെത്തി. ട്രാക്ക് വർക്കിന് തോന്നുന്നു നല്ലോണം പൊടി പറക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ചെറുകര സ്റ്റേഷൻ. വളരെ പൂർലി ലൈറ്റാണ്, തീരെ വെളിച്ചമില്ല. പിന്നെ റേക്ക് കറക്റ്റ് എൻ്റെ വരും. 12 കോച്ചിന് റേക്ക് തന്നെ എൻഡ് ടു എൻഡ് വരും. അപ്പോൾ ഈ ചെറിയ വെളിച്ചമുള്ള ബിൽഡിംഗ് ആയിരുന്നു ചെറുകര സ്റ്റേഷൻ ബിൽഡിങ്. അങ്ങനെ ചെറുകര കഴിഞ്ഞ് അടുത്ത അങ്ങാടിപ്പുറമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങാടിപ്പുറം സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ വെൽക്കം ടു അങ്ങാടിപ്പുറം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്തെത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.